ഇന്ത്യയിലൊട്ടാകെ 3500 ഔട്ട്ലെറ്റുകൾ ഈ ഒരു ഷോപ്പിനുണ്ട് എന്നുള്ളത് എഴുതി വെച്ചത് കണ്ടപ്പോഴാണ് അത്ഭുതം തോന്നിയത്. മനോഹരമായിട്ടുള്ള ചായ കിട്ടുന്ന ഷോപ്പാണ് ഈ കാണുന്നത്. കതിരി എന്ന് പറയുന്ന പ്രദേശത്തായിട്ടാണ് ഈ ഒരു ഷോപ്പ് വരുന്നത്. ഇങ്ങനെ ഒഴിഞ്ഞിരിക്കാം എന്നുള്ളതാണ് ഇങ്ങനത്തെ ഷോപ്പിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത. എത്ര ടൈം നമ്മളിവിടെ സ്പെൻഡ് ചെയ്താലും പ്രശ്നമില്ല എന്നുള്ളതാണ്. സെൽഫ് സർവീസ് ആയതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ പണം അടച്ചിട്ട് വേണം സാധനങ്ങൾ ഓർഡർ ചെയ്ത് മേടിക്കാനായിട്ട്. മാലിക്കിനെ ആ നിർത്തിയ വർക്ക്ഷോപ്പിലായിട്ട് ഇന്നലെ വന്നതാണ്. ഇന്നലെ രാത്രി വന്നു. വർക്ക് തീരൂല എന്ന് മനസ്സിലാക്കിയ അതിൻ്റെ ആൾ നാളെ തീർക്കാം എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഈ ഏരിയയിൽ തന്നെ സ്റ്റേ ചെയ്തതാണ്. അങ്ങനെ നോക്കുമ്പോഴാണ് തൊട്ടടുത്തൊക്കെ ആയിട്ട് കാണുന്നത് ഇതുപോലത്തെ ടീ ഷോപ്പുകളാണ്. വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലെങ്കിലും വളരെയധികം കച്ചവടം നടക്കുന്ന സ്ഥാപനമാണ് ഈ കാണുന്നത്. രാത്രിയായി കഴിഞ്ഞാലൊക്കെ ഒരുപാട് ആൾക്കാരാണ് ഈ ഏരിയയിലൊക്കെ. വല്ല കല്യാണത്തിനും പോയ പോലത്തെ രീതിക്കാണ് ഇവിടെ ആൾക്കാരെ കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ഒരു ഷോപ്പിലെ മാത്രം സാഹചര്യമല്ല, ഇതുപോലത്തെ എല്ലാ ഷോപ്പിലെയും സാഹചര്യമാണ്. 10 മണിക്ക് ഇവിടെ കടകൾ അടക്കണമെങ്കിലും 10:30ക്കും ഈ ഒരു കടകളിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ കടകളിൽ തിരക്കാകും എന്നുള്ളതും നമ്മൾ കണ്ട് മനസ്സിലാക്കിയതാണ്. അങ്ങനെ ചുറ്റുപാടും നോക്കുമ്പോൾ മലനിരകളായിട്ടുള്ള പ്രദേശങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ഒരു വെള്ളക്കെട്ട് ഇങ്ങനെ കണ്ടപ്പോൾ ഈ ഏരിയയിലേക്ക് നമ്മൾ വന്നതാണ്. കുളിക്കാമെന്നുള്ള രീതിയിലാണ് വന്നതെങ്കിലും ഇവിടെ കുളിക്കാൻ പറ്റിയ സാഹചര്യമല്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ തിരിച്ചു പോരുകയാണ് ഉണ്ടായത്. ഈ ഒരു അണക്കെട്ടിലൂടെ വെള്ളം അങ്ങോട്ട് പാസിങ് ഉണ്ട് എങ്കിൽ ഒരു പക്ഷേ കുളിക്കാമായിരുന്നു. ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് നമുക്ക് കുളിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഞാൻ ഈ കാണുന്ന ലാസ്റ്റായിട്ട് വണ്ടി കൊണ്ട് വന്നപ്പോൾ അവിടെ തിരിക്കാനുള്ള ഗ്യാപ്പ് കിട്ടിയിരുന്നില്ല. കുത്തി തിരിച്ച് റിട്ടേൺ എടുക്കുമ്പോൾ ആ ഒരു മരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന പയ്യന്മാരാണ് വഴി കാണിച്ച് മനസ്സിലാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കി തന്നത്. ഏതായാലും വന്ന സ്ഥിതിക്ക് നമുക്ക് ഈ ഒരു അണക്കെട്ട് കണ്ടിട്ട് പോകാം എന്നുള്ള രീതിക്ക് ഞാൻ ഈ ഒരു അണക്കെട്ടിലേക്ക് ഇങ്ങനെ ഇറങ്ങുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ പല ഭാഗത്തായിട്ട് മീൻ പിടിക്കാനൊക്കെ ആയിട്ട് വന്ന ഒരുപാട് ആളുകളുണ്ട്. 20 കിലോൻ്റെ മീൻ വരെ ഈ ഒരു അണക്കെട്ടിൽ നിന്നും കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വളരെയധികം കൗതുകം തോന്നി. ഇതിലേക്ക് വരുന്ന ആളുകളൊക്കെ തന്നെ മീൻ പിടിക്കാനായിട്ട് ആണ് വരുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ മാലിക്കിനെ അവിടെ നിർത്തിയിട്ടുണ്ട്. ആ ഒരു ഏരിയയിലേക്ക് നോക്കുമ്പോൾ മൊത്തത്തിൽ മലനിരകളാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഈ ഒരു ഏരിയയിലേക്ക് ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ ആടുകളൊക്കെ മേയുന്നതൊക്കെ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ചുവന്ന മണ്ണാണ് ഈ ഒരു ഏരിയയിലൊക്കെ കാണാൻ സാധിക്കുന്നത്. ചെമ്മരിയാടുകളെ പോലത്തെ ആടുകളാണ് മേയുന്നത് കാണുന്നത്. പല പറമ്പിലൂടെ ചാടി കടന്നിട്ട് വേണം അവിടെ മീൻ പിടിക്കുന്ന ആളുകളെ കണ്ടപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് പോകാനായിട്ട്. ആടുകളിങ്ങനെ മേഞ്ഞ് നിൽക്കുന്നത് കാണാൻ തന്നെ വളരെയധികം രസകരമാണ്. പിന്നീട് നമ്മൾ മുന്നിലേക്ക് വന്നപ്പോൾ കൊടും ചൂടായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ നമ്മൾ തിരിച്ചു പോരാണ് ഉണ്ടായത്.